കൂടുതൽ ആളുകളുടെയും പ്രശ്നം ഫോണിൽ സ്റ്റോറേജ് തികയുന്നില്ല. ഒന്നോ രണ്ടോ ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴേക്ക് ഫോണിലെ സ്റ്റോറേജ് ഫുൾ എന്ന് കാണിക്കുന്നു. എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടും സ്റ്റോറേജ് തികയുന്നില്ല. നമ്മളറിയാതെ നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്സപ്പ് ആണ്. വാട്സപ്പിൽ നമ്മൾ അയക്കുന്ന ഓരോ ഫോട്ടോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം കോപ്പി ഒരു ഫോൾഡറിൽ സേവ് ആയി കിടക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഷെയർ ചെയ്ത ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മുടെ ഫോണിൽ തന്നെ ഒരു ഹിഡൻ ഫോൾഡറിൽ സേവ് ആയി കിടക്കുന്നുണ്ട്. ഇത് ഗാലറിയിൽ കാണിക്കുകയില്ല. എന്നാൽ ആ ഹിഡൻ ആയി കിടക്കുന്ന ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ അത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഇത്തരം വീഡിയോകൾക്കായിട്ട് ഇപ്പോൾ തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് കാണുക. ഫോണിലെ ഫയൽ മാനേജർ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫയൽസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം താഴെ ഇന്റേണൽ സ്റ്റോറേജ് എന്നൊരു ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. ശേഷം ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക, മീഡിയ ഓപ്പൺ ചെയ്യുക, com.whatsapp എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക, വാട്സപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതിൽ മീഡിയ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇവിടെ വാട്സപ്പ് വീഡിയോ, വാട്സപ്പ് ഇമേജസ്, വാട്സപ്പ് ഡോക്യുമെന്റ് എന്ന ഒരുപാട് ഫോൾഡർ കാണാം. ഇതിലെല്ലാം സെൻഡ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറും കൂടെ കാണാം. നമ്മൾ മറ്റുള്ളവർക്ക് അയച്ച എല്ലാ ഫോട്ടോസിന്റെയും വീഡിയോസിന്റെയും ഡോക്യുമെന്റിന്റെയും കോപ്പി ഈ ഒരു സെൻഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിലാണ് സേവ് ആയി കിടക്കുന്നത്. അപ്പോൾ ആ സെൻഡ് എന്ന ഫോൾഡറിന്റെ മുന്നിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് പെർമനന്റിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മറ്റുള്ള ഫോൾഡറിന്റെ ഉള്ളിലും സെൻഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. അതിന് നേരെയുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് പെർമനന്റലി എന്നുള്ളത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് ഒരുപാട് ഫ്രീ ആയിട്ട് കിട്ടും.